രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? നിസ്കാരം ശരിയായ രീതിയിൽ ഖുശൂഅോട് ഖുദൂഅോട് കൂടെ നിസ്കരിക്കാന്നാണ്. അതിന് ഇവർക്ക് എന്തില്ല? ഇൽമില്ല. ഇവർക്ക് യാതൊരു ഇൽമില്ല. മാത്രമല്ല അവർ ഇൽമ പഠിക്കണതിന് എതിരാണ്. തൊലബുൽ ഇൽമിന് സമയം വേസ്റ്റ് ആക്കാണെന്നാ പറയുന്നത്. ഈ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഇവര് നമ്മൾ പറഞ്ഞു ഈ ഖബറുള്ള പള്ളികളിലും കുബ്ബുള്ള പള്ളികളിലൊക്കെ പോയിട്ടാണ് നിസ്കരിക്കുക. അവിടുത്തെ നിസ്കാരം തന്നെ ബാത്തിലാണ്. പിന്നെ എന്ത് ഖുശൂഅ് എന്തുണ്ടായിട്ട് എന്താ കാര്യം? നിസ്കാരം ബാത്തിലാണ്. ഖബറിലുള്ള നിസ്കാരം ബാത്തിലാണ്. ഏത് നിസ്കാരം കഴിച്ച്? ജനാസ നിസ്കാരം കഴിച്ചിട്ട്. ഈ ജമാഅത്ത് തബ്ലീഗിന്റെ ഈ മുഹമ്മദ് ഇല്യാസിന്റെ എന്താ പല സമയത്തും ഈ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കൻകോഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്ന പണിയായിരുന്നു ഇയാൾക്ക് മുഹമ്മദ് ഇല്യാസിൽ കാന്തലവിക്ക്. എന്നിട്ട് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കും. നിസ്കാരം എന്താണ്? ബാത്തിലാണ് ആ നിസ്കാരം. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളതാണ്. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ശ്വാസത്തിൽ വരെ എന്തായിരുന്നു? ഇതിനെതിരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. പിന്നെ അവർ പറഞ്ഞാണ് ഇൽമു ദിക്ർ. ഇൽമിലും ദിക്റിലും ശ്രദ്ധിക്കണമെന്ന്. ഇത് ശരിക്കും നല്ല കാര്യമാണ്. ഇൽമ് നല്ല പഠിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണ് ഇവര് ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് രീതിയിൽ തരംതിരിക്കും. ഇൽമ എന്ന് പറഞ്ഞാൽ പറയും ഇൽമുൽ മസായിലുണ്ട്, ഇൽമുൽ ഫദായിലുണ്ട്. മസായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ പഠിക്കുക. അഖീദയിലുള്ള മസലകള്, കർമ്മശാസ്ത്രത്തിലുള്ള മസലകള്, അങ്ങനത്തെ പല വിഷയങ്ങളിലുള്ള മസലകള്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇൽമുൽ മസായിൽ എടുത്തിട്ട് കളയും. എന്നിട്ട് എന്തിലേക്ക് മാത്രം നോക്കും? ഇൽമുൽ ഫദായിൽ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഫദായിൽ അഅ്മാൽ മാത്രം ശ്രദ്ധിക്കും. ഫദായിൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്ര കൂലിയൊക്കെ ഉണ്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് മൗദൂആയിട്ടുള്ളതും നമ്മൾ വായിച്ച പോലെ ദുർബലമായിട്ടുള്ള പല ഹദീസുകളും എന്ത് ചെയ്യും? അവലംബിക്കും. ശരിക്കും നമ്മൾ പറഞ്ഞു, ഇതിനു മുന്നേ പറഞ്ഞാണ് മൗദൂആയിട്ടുള്ള ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഫദായിൽ അഅ്മാലിന്റെ ആണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ചില ശ്രേഷ്ഠരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഫദായിൽ അഅ്മാൽ ആണെന്നുണ്ടെങ്കിൽ അതായത് ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ദുർബലമായ ഹദീസുകൾ അവലംബിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് അവരെ വാക്യം സംഭവിച്ചിട്ടുള്ള പിഴവാണ്. ഇമാം സുനാനി റഹ്മത്തുള്ളാഹി ആ ഒരു അഭിപ്രായത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? നിസ്കാരം ശരിയായ രീതിയിൽ ഖുശൂഅോട് ഖുദൂഅോട് കൂടെ നിസ്കരിക്കാന്നാണ്. അതിന് ഇവർക്ക് എന്തില്ല? ഇൽമില്ല. ഇവർക്ക് യാതൊരു ഇൽമില്ല. മാത്രമല്ല അവർ ഇൽമ പഠിക്കണതിന് എതിരാണ്. തൊലബുൽ ഇൽമിന് സമയം വേസ്റ്റ് ആക്കാണെന്നാ പറയുന്നത്. ഈ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഇവര് നമ്മൾ പറഞ്ഞു ഈ ഖബറുള്ള പള്ളികളിലും കുബ്ബുള്ള പള്ളികളിലൊക്കെ പോയിട്ടാണ് നിസ്കരിക്കുക. അവിടുത്തെ നിസ്കാരം തന്നെ ബാത്തിലാണ്. പിന്നെ എന്ത് ഖുശൂഅ് എന്തുണ്ടായിട്ട് എന്താ കാര്യം? നിസ്കാരം ബാത്തിലാണ്. ഖബറിലുള്ള നിസ്കാരം ബാത്തിലാണ്. ഏത് നിസ്കാരം കഴിച്ച്? ജനാസ നിസ്കാരം കഴിച്ചിട്ട്. ഈ ജമാഅത്ത് തബ്ലീഗിന്റെ ഈ മുഹമ്മദ് ഇല്യാസിന്റെ എന്താ പല സമയത്തും ഈ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കൻകോഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്ന പണിയായിരുന്നു ഇയാൾക്ക് മുഹമ്മദ് ഇല്യാസിൽ കാന്തലവിക്ക്. എന്നിട്ട് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കും. നിസ്കാരം എന്താണ്? ബാത്തിലാണ് ആ നിസ്കാരം. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളതാണ്. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ശ്വാസത്തിൽ വരെ എന്തായിരുന്നു? ഇതിനെതിരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. പിന്നെ അവർ പറഞ്ഞാണ് ഇൽമു ദിക്ർ. ഇൽമിലും ദിക്റിലും ശ്രദ്ധിക്കണമെന്ന്. ഇത് ശരിക്കും നല്ല കാര്യമാണ്. ഇൽമ നല്ല പഠിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണ് ഇവര് ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് രീതിയിൽ തരംതിരിക്കും. ഇൽമ എന്ന് പറഞ്ഞാൽ പറയും ഇൽമുൽ മസായിലുണ്ട്, ഇൽമുൽ ഫദായിലുണ്ട്. മസായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ പഠിക്കുക. അഖീദയിലുള്ള മസലകള്, കർമ്മശാസ്ത്രത്തിലുള്ള മസലകള്, അങ്ങനത്തെ പല വിഷയങ്ങളിലുള്ള മസലകള്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇൽമുൽ മസായിൽ എടുത്തിട്ട് കളയും. എന്നിട്ട് എന്തിലേക്ക് മാത്രം നോക്കും? ഇൽമുൽ ഫദായിൽ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഫദായിൽ അഅ്മാൽ മാത്രം ശ്രദ്ധിക്കും. ഫദായിൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്ര കൂലിയൊക്കെ ഉണ്ട് എന്ന് പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് മൗദൂആയിട്ടുള്ളതും നമ്മൾ വായിച്ച പോലെ ദുർബലമായിട്ടുള്ള പല ഹദീസുകളും എന്ത് ചെയ്യും? അവലംബിക്കും. ശരിക്കും നമ്മൾ പറഞ്ഞു, ഇതിനു മുന്നേ പറഞ്ഞാണ് മൗദൂആയിട്ടുള്ള ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഫദായിൽ അഅ്മാലിന്റെ ആണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ചില ശ്രേഷ്ഠരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഫദായിൽ അഅ്മാൽ ആണെന്നുണ്ടെങ്കിൽ അതായത് ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ദുർബലമായ ഹദീസുകൾ അവലംബിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് അവരെ വാക്യം സംഭവിച്ചിട്ടുള്ള പിഴവാണ്. ഇമാം സുനാനി റഹ്മത്തുള്ളാഹി ആ ഒരു അഭിപ്രായത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്.